മതമൗലികവാദ സംഘടനകൾ ചേർത്ത് പിടിക്കാനൊരു ശ്രമം അത് ഇടത് വലത് മുന്നണികൾ നടത്തുന്നുണ്ട്. അത് പലയിടത്തും, അതായത് ഇടത് വലത് മുന്നണികൾ തമ്മിൽ മത്സരിക്കുകയാണ് ഇവരെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ട്. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത അനഘ ഹാഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഈ മുസ്ലിം ലീഗ് നേതാവ് തന്നെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച കോഴിക്കോട് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അനഘ ഹാഷൻ ചേരുന്നുണ്ട് അതിൻ്റെ വിവരങ്ങളുമായിട്ട്. അനഘ, അതായത് ഈ ഇടത് വലത് മുന്നണികൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ മൗലികവാദ സംഘടനകളെ ചേർത്ത് പിടിക്കാൻ അവർ തമ്മിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് നേതാവ് തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം അല്ലേ? തീർച്ചയായും നിഖിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഒഴികെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി തങ്ങൾ കൈകൊടുക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും അതുപോലെ തന്നെ SDP-യും നേതൃത്വവും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിനോടും അതുപോലെ തന്നെ CPM-നോടും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് തങ്ങൾക്ക് അത്തരക്കാരുമായി ഒരു ധാരണയുമില്ല, ഒരു പിന്തുണയും തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പരസ്യമായി CPM അതുപോലെ തന്നെ കോൺഗ്രസും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. പക്ഷേ രഹസ്യമായിട്ടുള്ള ധാരണ അത് കൃത്യമായി തന്നെ വെൽഫെയർ പാർട്ടിയുമായി അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി SDP-യുമായി ഈ രണ്ട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉണ്ടാകുന്നുണ്ട് എന്നാണ് സമീപ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ കോൺഗ്രസിന്റെ ഈ പാണക്കാട് കോൺഗ്രസ് യൂത്ത് മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള പാണക്കാട് റഷീദ് അലി തങ്ങൾ ഈ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നത് മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അതായത് പരസ്യമായി ഈ പ്രഖ്യാപനം നടത്തുകയും അത് സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന മതരാഷ്ട്രവാദികളുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ കൃത്യവും വ്യക്തവുമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി SDP പോലുള്ള മത തീവ്ര സംഘടനകളുമായി കൈപിടിക്കാൻ കോൺഗ്രസ് തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവരെ പരസ്യമായി തങ്ങൾ അകറ്റുമെന്ന് കഴിഞ്ഞ ദിവസവും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പിന്തുണ അത് കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിക്കുന്നുണ്ട്, CPM-ന് ലഭിക്കുന്നുണ്ട്. ഈ കോഴിക്കോട് തന്നെ അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ SDP-യുമായാണ് ഈ CPM ചേർന്നാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഈ പലയിടങ്ങളിൽ, ഇത് കോഴിക്കോട്ടെ മാത്രം സംഭവമല്ല, കേരളത്തിലുടനീളം പല പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും ഒക്കെ തന്നെ SDP-യും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ പിന്തുണ കൊണ്ടുകൂടിയാണ് CPM മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥികളുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പരസ്യമായ ഒരു പിന്തുണയാണ് നൽകിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അവർക്ക് കൃത്യമായി തന്നെ അവരോടൊപ്പം ചേരുന്നു എന്ന് പറയാൻ നേതാക്കൾക്ക് ഒരു മടിയും ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ ഇത്തരത്തിൽ മതമൗലികവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി SDP പോലുള്ള തീവ്ര ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന 2045ഓടെ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകളുമായി ചങ്ങാത്തം കൂടാൻ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒന്നും തന്നെ ഒരു മടിയുമില്ല എന്നാണ് സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി നേതാക്കൾ ഇവരുമായി ചങ്ങാത്തമില്ല എന്ന് പറയുമ്പോൾ പോലും കൃത്യമായി ഇവരുമായി ധാരണയുണ്ട്, അന്തർധാര സജീവമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരം ജമാഅത്തെ ഇസ്ലാമി SDP പോലുള്ള സംഘടനകളുമായി ഇവർ ഈ CPM അതുപോലെ തന്നെ കോൺഗ്രസും ചങ്ങാത്തം നടിക്കുന്നതിന്റെ പ്രധാന കാരണം ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കാനും അതിലൂടെ വിജയം നേടാനും മാത്രമാണ്. എന്തായാലും ഇത്തരക്കാരുടെ ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരക്കാരുടെ വോട്ട് നേടി രാഷ്ട്രീയത്തിലേക്ക് ജയിച്ചു വരുന്നതിനെ സമൂഹത്തിലെ ഒരു വിഭാഗം വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിഖിൽ.